ഹലോ ഓൾ. നമ്മള് 5ാം ക്ലാസ്സിന്റെ ശാസ്ത്രത്തിലെ സയൻസിലെ സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന പാഠമാണ് നോക്കാൻ പോകുന്നത്. ജീവനുള്ള വിത്തുകൾ എന്ന് പറയുന്ന പാഠമാണ് നോക്കാൻ പോകുന്നത്. വളരെ നല്ലൊരു പാഠമാണ്. നമ്മൾ ചുറ്റും കാണുന്ന വിത്തുകളെല്ലാം തേങ്ങ തുടങ്ങി ചക്കക്കുരു തുടങ്ങിയിട്ട് അതുപോലെ തന്നെ പയറുമണികള് എല്ലാം എങ്ങനെയാണ് വലിയ പ്ലാവായിട്ട് വരുന്നത്, വലിയ മാവായിട്ട് വരുന്നത്, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു പയറുമണികൾ മുളപ്പിച്ച് വരുന്നത് എങ്ങനെയാണ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ. അപ്പം ടീച്ചർ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയംകാർക്കും പ്രയോജനമുള്ള രീതിയിലാണ്. 2 മീഡിയവും നമ്മൾ ഇതിൽ തന്നെ കവർ ചെയ്യും. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ മക്കളെല്ലാവരും ഒരു നോട്ട് പുസ്തകം കൊണ്ടുവന്ന് പുതിയ വാക്കുകൾ മുഴുവനും എഴുതി വെക്കണം. അത് ഇംഗ്ലീഷിന്റെ വാക്കുകളും എഴുതണം, മലയാളത്തിലെ വാക്കുകളും എഴുതണം. ഇപ്പോഴേ ഇംഗ്ലീഷ് മീഡിയം അന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് മാക്സിമം പഠിച്ചു പോയി കഴിഞ്ഞാൽ 11ലും 12ലും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ തോന്നില്ല. അപ്പോൾ ഏറ്റവും അവസാനം നോട്ടിൻ പുസ്തകത്തിന്റെ പുറകില് പുതിയ വാക്കുകൾ വരുന്നതെല്ലാം എഴുതുക. പാഠം കഴിയുന്നത് വരെ വീണ്ടും 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 ആ വാക്കുകൾ വായിച്ച് വായിച്ച് നോക്കുക. അപ്പൊ പുതിയത് പഴയതാവും, നമുക്ക് കുറെ കൂടി ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കാം. നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു വിത്ത് എന്ന് പറഞ്ഞ സീഡ് എന്ന് പറഞ്ഞാൽ സീഡിൽ നിന്നും എന്തുണ്ടാവും, ഒരു കുഞ്ഞു ചെടി ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു പ്രക്രിയനെ പറ്റിയിട്ട്, ആ ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. ദാറ്റ് ഇസ് നോൺ ആസ് ജെർമിനേഷൻ. ഇനി ജെർമിനേറ്റ് ചെയ്യാനായിട്ട്, മുളയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു വിത്ത് മുളയ്ക്കാനായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം എന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. വിത്തിന്റെ ഉള്ളിലെ ജീവൻ ഉണ്ടോ ഇല്ലയോ, ലൈഫ് വിത്തിന്റെ സീഡ് എന്താണ്, എങ്ങനെയാണ് ആ ജീവൻ നിലനിൽക്കുന്നത്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, വിത്തിന്റെ ഉള്ളിലുള്ള കുഞ്ഞു ചെടി എങ്ങനെയുള്ളത്, ആ വിത്ത് മുളയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, വിത്ത് മുളയ്ക്കുമ്പോഴത്തേക്കും ആരാ ആദ്യം പുറത്തേക്ക് വരുന്നത്, വേരാണോ അല്ല മുകളിലോട്ടുള്ള ഇലകളാണോ ആദ്യം വരുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി വിത്തിൽ നിന്നല്ലാതെ, വിത്തൗട്ട് സീഡ് ഇല്ലാതെ ചെടികൾ വരുമോ, ചെടികൾ പുതിയതായിട്ട് ഉണ്ടാവോ, സസ്യങ്ങൾ ഉണ്ടാവോ, വിത്തിൽ നിന്നല്ലാതെ സസ്യങ്ങൾ ഉണ്ടാവോ, പ്ലാന്റ്സ് വിത്തൗട്ട് സീഡ്സ്, അതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പലയിടങ്ങളിലും വിത്ത് എങ്ങനെയാണ് എത്തുന്നത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ പലയിടങ്ങളിലേക്കും വിത്തിനെ എത്തിപ്പിക്കാനായിട്ട്, സീഡ്സിനെ ടു ഡിസ്പേഴ്സ് സീഡ്സ് ടു മൾട്ടിപ്പിൾ ഏരിയാസ്, പല സ്ഥലങ്ങളിലും എത്തിക്കാനായിട്ട് ചെടികൾ എന്തൊക്കെയാ ചെയ്യുന്നത്, നമ്മൾ അപ്പൂപ്പുണ്ടാടീനെ പറ്റിയിട്ടൊക്കെ ആ സമയത്താ പഠിക്കാം. ഇത് കൂടാണ്ട് തന്നെ ഇലകൾ പല രീതിയിലുണ്ട് എന്നുള്ളത്, വെറൈറ്റി ഓഫ് ഇലകളുണ്ട്. ഇപ്പം നമ്മൾ സദ്യ കഴിക്കുന്ന വാഴയുടെ ഇല, വാഴ ഇലയില് ഉള്ള പോലെയല്ല പ്ലാവ് ഇലയിലുള്ളത് അല്ലെ. അപ്പൊ പല വെറൈറ്റി ഓഫ് ഇലകളുണ്ട്, പല പല വിധത്തിലുള്ള ഇലകളുണ്ട്. അതിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് മോണോകോട്ട്, ഡൈക്കോട്ട്. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല. നമുക്കിനി ഭാവി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും വേറെ വീഡിയോകളിലൊക്കെ ഇത് കൂടുതൽ പഠിക്കാം. ഇനി അതുപോലെ തന്നെ പല സസ്യങ്ങളും എക്സ്റ്റിങ്ഷൻ, അതായത് എന്താ പറയാ, ഇല്ലാണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ ഇല്ലാതാവുന്ന സസ്യങ്ങളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളത് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നമുക്ക് തുടക്കത്തിൽ പഠിക്കാനുള്ളതാണ്. നമ്മൾ എല്ലാം ഒന്നും പഠിക്കില്ല, കുറച്ച് ആദ്യം പഠിക്കാം. ആദ്യം ഒരു കഥയാട്ടോ പഠിക്കാനുള്ളത്. ഞാൻ ഫുൾ വായിക്കണില്ല. ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് തീരുമാനിച്ചു, എന്റെ രാജ്യത്തുള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ എല്ലാവരെയും സത്യസന്ധത നമ്മൾ അളക്കണം എന്നുള്ളത് തീരുമാനിച്ചു. ഹി ഡിസൈഡഡ് ടു ടെസ്റ്റ് ദ ഓണസ്റ്റി ഓഫ് ഓൾ ദ ചിൽഡ്രൻ. എല്ലാ കുട്ടികളുടെയും സത്യസന്ധത നോക്കണം എന്ന് തീരുമാനിച്ചു. ഓണസ്റ്റി, സത്യസന്ധത. അപ്പൊ എന്ത് ചെയ്തു, ആ രാജ്യത്തുള്ള കുട്ടികളോടൊക്കെ കൊട്ടാരത്തിലേക്ക് വരാൻ പറഞ്ഞു. എല്ലാവർക്കും ഓരോരോ സീഡ് കൊടുത്തു, എല്ലാവർക്കും വിത്ത് കൊടുത്തു. എന്നിട്ട് വിത്ത് മുളപ്പിച്ചിട്ട് 3 മാസം കൊണ്ട് ചെടിയാക്കിയിട്ട് തിരിച്ചു വരുന്നവർക്ക് സമ്മാനം നൽകാന്ന് പറഞ്ഞു. സോ ഹി സെഡ് ദാറ്റ് ഹി വിൽ ഗിവ് വാല്യൂബിൾ ഗിഫ്റ്റ്സ് ടു ഹൂഎവർ ബ്രിങ്സ് ദ സീഡ് ആഫ്റ്റർ ജെർമിനേഷൻ. കുഞ്ഞു ചെടിയാക്കി കൊണ്ടുവരുന്നവർക്ക്, 3 മാസം കഴിഞ്ഞ് കൊണ്ടുവരുന്നവർക്ക് സമ്മാനം നൽകാന്ന് പറഞ്ഞു. ഈ കൂട്ടത്തില് പിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാർമർ ബോയ് ഉണ്ടായിരുന്നു. പിങ് എന്ന് പറഞ്ഞ കർഷക ബാലനായ ഒരു പിങ്ങും ഉണ്ടായിരുന്നു. എല്ലാവരും എന്ത് ചെയ്തു, അവനും എല്ലാവരും ഹി ബറീഡ് ദ സീഡ് ഇൻ സോയിൽ ഓഫ് ദ പോട്ട് ആൻഡ് വാട്ടേർഡ് ദം. എന്ത് ചെയ്തു, വിത്തുകൾ ചട്ടിയില് മണ്ണില് കുഴിച്ചിട്ടു, വെള്ളം ഒഴിച്ചു. പക്ഷെ വിത്ത് മുളച്ചില്ല.
ദ സീഡ് ഡിഡ് നോട്ട് ജെർമിനേറ്റ് ഈവൻ ആഫ്റ്റർ 3 months. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും വരിക. പക്ഷെ എല്ലാ കുട്ടികളുടെ കയ്യിൽ നല്ല പൂക്കളുള്ള ചെടികളുണ്ട്. ഓൺലി പിങ്ക് കേം എംപ്റ്റി ഹാൻഡഡ്. പിങ്കിന്റെ കയ്യിൽ മാത്രമാണ് കാലി ചട്ടി ഉണ്ടായിരുന്നത്. എല്ലാരും കളിയാക്കി. രാജാവ് ഓരോരുത്തരുടെ ചെടിയും എക്സാമിൻ ചെയ്തു, ഓരോരുത്തരുടെ ചെടിയും പരിശോധിച്ചു. അപ്പൊ പിങ്കിന്റെ അടുത്ത് എത്തിയപ്പോ മാത്രം രാജാവിന് സന്തോഷായി. വെൻ ഹി റീച്ച്ഡ് പിങ്ക്, കിങ് വാസ് ഹാപ്പി. കിങ് സെഡ് ഹി ഈസ് ദ വിന്നർ. മക്കളെ, ഇതേ നിൽക്കുന്നു നമ്മളുടെ വിജയി. എന്താ കാരണം? ജീവനുള്ള വിത്തുകൾ മാത്രമേ മുളയ്ക്കുകയുള്ളൂ. ഓൺലി ദ സീഡ് വിത്ത് ലൈഫ് വിൽ ജെർമിനേറ്റ്. ഞാൻ നിങ്ങൾക്ക് തന്ന വിത്തുകൾ എല്ലാം ലൈഫ്ലെസ് ആയിരുന്നു, ജീവനില്ലാത്ത വിത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പൊ പിന്നെ അതെങ്ങനെയാ മുളയ്ക്കുക? അപ്പൊ ഈ കൂട്ടത്തിൽ സത്യസന്ധതയുള്ളത് ആകെ പിങ്ങിന് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ജീവനുള്ള വിത്തുകളെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്, ജീവനില്ലാത്തതല്ല കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ആക്ടിവിറ്റി ചെയ്യാണ്ട് ചുറ്റും കാണുന്ന വിത്തുകൾ മുഴുവനും പെറുക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണ പയറുമണിയില്ലേ, പയറുമണിയിലെ വിത്ത് എങ്ങനെ ഉണ്ടാവും? ചിലപ്പോ കറുപ്പ് ഉണ്ടാവും, ചിലപ്പോ ചുവപ്പ്, ഉള്ളില് ചുവപ്പും പുള്ളി ഉള്ളതായിട്ടുണ്ടാവും. ചെറിയ വലിപ്പം അല്ലെ, ചെറിയ വലിപ്പം. പീസ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ചെറിയ ഒരു സ്ഫിയർ ഉരുണ്ടതായിട്ടുണ്ടാവും, ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാവും, ചെറിയൊരു വശം കുഴിഞ്ഞിട്ടുണ്ടാവും. വെണ്ടയുടെ അകത്താണെന്നുണ്ടെങ്കിൽ കുറേ വിത്തുകൾ ഉണ്ടാവും അല്ലെ, ഉരുണ്ടുണ്ടാവും. കുറച്ച് എന്താ പറയാ, ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും കറുത്ത കളറിലുണ്ടാവും, ചെറുതായിട്ടുണ്ടാവും. മത്തന്റെ ഉള്ളിലോ പംകിനിന്റെ ഉള്ളിലോ വൈറ്റ് സീഡ്സ് ഉണ്ടാവും. വൈറ്റ് അല്ല, കുറച്ചൊരു യെല്ലോയിഷ്. ഇൻഫാക്ട് അത് മാറ്റി കഴിയുമ്പോഴത്തേക്കും വെളുപ്പ് നിറം ഉണ്ടാവും. പിന്നെ കുറച്ച് വലിപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരറ്റത്ത് ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും അല്ലെ, കുറച്ചിങ്ങനെ ചപ്പിച്ചിട്ടുണ്ടാവും. ഒരറ്റം നാരോ ആൻഡ് കൂർത്തതായിട്ടുണ്ടാവും. ബിറ്റർ ഗാർഡ് അല്ലെങ്കിൽ പാവൽ എന്ന് പറയുന്നതോ തവിട്ട് നിറം, അതായത് ബ്രൗൺ കളറിലുണ്ടാവും, കുറച്ച് വലിപ്പം ഉണ്ടാവും അല്ലെ. ഇത് നിങ്ങളെ എടുത്തോണ്ട് വരുന്ന വിത്തിനെ പറ്റിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. ടീച്ചർ ഇട്ട് വെച്ചൊന്നേ ഉള്ളൂ. കുറച്ച് സാധാരണ കാണുന്നത് ദീർഘചതുരാകൃതി, അതായത് കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും ബിറ്റർ ഗാർഡിന്റെ അല്ലെ. ഇതേ കിടക്കണോ ബിറ്റർ ഗാർഡ്? കണ്ടോ, ഫ്ലാറ്റ്, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. ഉണ്ടയല്ല അത്, ഫ്ലാറ്റ് ആയിട്ടുണ്ടാവും. ഒബ്ലോങ് ആയിട്ടുണ്ടാവും. ഒബ്ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ വലുപ്പത്തിൽ ഉണ്ടാവും. ഇത്തിരി പരിപരുത്തതായിട്ടുണ്ടാവും. അതേസമയം വഴുതനങ്ങ, കത്തിരിക്ക, ഇപ്പൊ പല നാട്ടിലും പലതാട്ടോ പറയാ. വെജിറ്റബിൾസിന്റെ ഒക്കെ പേര്, പച്ചക്കറിയുടെ ഒക്കെ പേരൊക്കെ പലതാ പറയാ. അപ്പൊ വഴുതനങ്ങ എന്ന് തന്നെയാണോ നിങ്ങളുടെ നാട്ടിൽ പറയണേന്ന് ഒന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. അപ്പൊ വെളുത്ത നിറത്തിൽ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ അരിമണികൾ പോലെ ഉണ്ടാവും, കുഞ്ഞു. അത് വെളുത്ത നിറത്തിലുണ്ടാവും, ഭയങ്കര ചെറുതാണ്, ഉരുണ്ട് ഉണ്ടാവും. ഇനി അതേ സമയം ചക്കക്കുരു, ജാക്ക് ഫ്രൂട്ട് സീഡ്. അപ്പൊ അത് ചക്കക്കുരു മെഴുക്ക് പുരട്ടാനൊക്കെ യൂസ് ചെയ്യും അല്ലെ, ഉണ്ടാക്കാനൊക്കെ. എനിക്ക് ചക്കക്കുരു മെഴുക്ക് പുരട്ടി ഇഷ്ടേ അല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത് ഒന്ന് കമന്റിൽ എഴുതിക്കോളൂ കേട്ടാ. എനിക്ക് മാത്രമാണ് ചക്ക ഇഷ്ടമല്ല, ചക്കക്കുരു ഇഷ്ടമല്ല. എന്റെ കൂട്ടത്തിൽ എനിക്കറിയാവുന്നത് ഞാൻ മാത്രമാണ് ചക്ക ഇഷ്ടമല്ലാത്ത ഒരാളെ. ശരിക്കും എല്ലാവർക്കും വലിയ ഇഷ്ടമല്ല ചക്ക. അപ്പൊ ചക്കക്കുരു നല്ല വെളുത്തിട്ടുണ്ടാവും, വലുതാണ്, കമ്പാരിറ്റീവ്ലി വലുതാണ്. നീണ്ട് വൃത്താകൃതിയിൽ ഉണ്ടയായിട്ടുണ്ടാവും അല്ലെ, വൃത്താകൃതിയിൽ ഉണ്ടാവും, ലോങ് ആൻഡ് റൗണ്ട് ആയിട്ടുണ്ടാവും. അറ്റം ഒരു ഇത്തിരി കൂർത്തിട്ട് ഉണ്ടാവും. അരി, നമ്മൾ കഴിക്കുന്ന അരി ചിലപ്പോൾ ഡൾ വൈറ്റ്, പല കളറിലുണ്ട് കേട്ടോ. മങ്ങിയൊരു വെളുപ്പ് നിറം, അതേസമയം ചുവന്ന അരി ഉണ്ട്. അങ്ങനെ പല. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് വെള്ള കളർ അരി എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ള അരി എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ചെറുതായിട്ടുണ്ടാവും, കുറച്ച് നീണ്ടിട്ടാണ് ഉണ്ടാവുക അല്ലെ. അതുപോലെ തന്നെ പുറം ഇത്തിരി പരിപരുത്തതായിട്ട് ഉണ്ടാവും. അതിന്റെ ബ്രാൻഡ് കണ്ടോ, ഈ ബ്രൗൺ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂർത്തിട്ട് തന്നെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഏത് വിത്താണോ എടുക്കണേ അതിനനുസരിച്ചിട്ട് എഴുതിയാൽ മതി. ഇനി നമ്മൾ നോക്കാൻ പോണ എന്താ, വിത്തിനെ പറ്റിയിട്ട് പല തരത്തിലുള്ള വിത്തുകൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇനിയിപ്പൊ എന്താ നമുക്ക് നോക്കണ്ടേ? ഇനി നമുക്ക് നോക്കേണ്ടത് വിത്തിൽ നിന്നും ചെടി ഉണ്ടാവുന്ന പ്രക്രിയനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആ പ്രക്രിയനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയാം. അപ്പൊ വാട്ട് ഇസ് ജെർമിനേഷൻ? ജെർമിനേഷൻ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് സീഡ് ബിഗിൻസ് ടു ഗ്രോ ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ഒരു വിത്ത് കുഞ്ഞു ചെടിയായിട്ട് വളരുന്ന പ്രോസസ്സിനെയാണ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഒരു വിത്ത്
സസ്യമായി വളരുന്ന പ്രക്രിയയാണ് മുളയ്ക്കൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും അവസാനം എഴുതേണ്ട ആദ്യത്തെ വാക്ക് ജെർമിനേഷൻ. ജെർമിനേഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് സീഡ് ബിഗിൻസ് ടു ഗ്രോ ഇൻ ടു എ ന്യൂ പ്ലാന്റ്. ഇത് കാണാതെ പഠിക്കണം, അതായത് ഇത് മനസ്സിലാക്കി വെച്ചോളൂ, എന്നിട്ട് കാണാതെ ഒന്ന് പറഞ്ഞു നോക്കണം. ഒരു വിത്ത് പുതിയ സസ്യമായി വളരാൻ തുടങ്ങുന്ന പ്രക്രിയനെയാണ് മുളയ്ക്കുക എന്ന് പറയുന്നത്. അപ്പൊ മുളയ്ക്കാനായിട്ട് നമ്മുടെ അലമാരയുടെ ഉള്ളിൽ, നമ്മുടെ അടുക്കളയിൽ അലമാരയുടെ ഉള്ളിൽ പയറുമണികളുണ്ട് അല്ലെ, പയറുണ്ട്, അതേപോലെ തന്നെ തേങ്ങ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളൊരു സുപ്രഭാതത്തില് നമ്മൾ എന്താ പറയാ, അലമാര തുറന്നു നോക്കുമ്പോഴത്തേക്കും പയറിന്റെ ചെടികളുടെ കൂമ്പാരമാണോ അവിടെ ഉള്ളത്. ചക്ക എടുത്തു വെച്ചു, ചക്കയുടെ ചെടി അവിടെ ഇങ്ങനെ നിരത്തി പിടിച്ച് വളർന്നു നിൽക്കുന്നുണ്ടാവോ ചക്ക കുരു വെച്ച് കഴിഞ്ഞാ? ഇല്ല. അപ്പൊ മുളയ്ക്കാനായിട്ട് എന്താ ചെയ്യാ? നമ്മൾ മുളയ്ക്കാനായിട്ട് ചില കണ്ടീഷൻസ്, ചില ഘടകങ്ങൾ ആവശ്യമുണ്ട് അല്ലെ, ചില കാര്യങ്ങൾ വേണം മുളയ്ക്കാനായിട്ട്, വിത്ത് മുളയ്ക്കാനായിട്ട്. എന്തൊക്കെയാണ് വേണ്ടത്? അതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയില് നോക്കാനായിട്ട് പോണേ. ഓക്കെ. അപ്പൊ സീഡിന്റെ ഉള്ളില്, വിത്തിന്റെ ഉള്ളില്, സീഡിന്റെ ഉള്ളില് ജീവനുണ്ട് എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് ഈ ജീവനുണ്ട് എന്നിട്ട് ഈ ജീവനുള്ള വിത്തിനെ ഞാന് സോയിലിലും, അതായത് മണ്ണില് നമ്മൾ ഇട്ട് വെച്ചു. ഓക്കെ, കുഴിച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ അത് മുളയ്ക്കൂ. എന്തുകൊണ്ട് എല്ലാ വിത്തുകളും മുളയ്ക്കുന്നില്ല? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. എല്ലാ വിത്തുകളും മുളയ്ക്കോ? മണ്ണിന്റെ ഉള്ളിൽ കുഴിച്ചിട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാ വിത്തുകളും മുളയ്ക്കോ? ജീവൻ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ, എന്നാ മുളയ്ക്കോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ വിത്ത് മുളയ്ക്കാനായിട്ട് ചില കാര്യങ്ങൾ വേണം, കറക്റ്റ് ആയിട്ട് വേണം അല്ലെ. എന്തൊക്കെയാ അത്? നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യാ? ചെടിക്ക് എന്തൊക്കെയാ കൊടുക്കുക? വെള്ളം കൊടുക്കാറുണ്ട് അല്ലെ. കാറ്റ് വേണം, എയർ വേണം, കറക്റ്റ് ആയിട്ട് കാറ്റ്, അതായത് വായു വേണം. അതുപോലെ ശരിയായ ടെമ്പറേച്ചർ, ശരിയായ താപനില വേണം. എന്നാൽ മാത്രമേ നമുക്ക് ചെടികൾ മര്യാദയ്ക്ക് നിൽക്കുള്ളൂ. ഇത് തന്നെയാണ് വിത്തിന്റെ അവസ്ഥ. സീഡ് വിൽ ജെർമിനേറ്റ് ഓൺലി ഇഫ് ദേ ഗെറ്റ് വാട്ടർ, എയർ ആൻഡ് റൈറ്റ് ടെമ്പറേച്ചർ. വെള്ളം വേണം, വായു വേണം, ശരിയായ താപനില വേണം. എങ്കിൽ മാത്രമേ വിത്ത് മുളയ്ക്കുള്ളൂ. Seed that do not get these things will not germinate. ഇതൊന്നും ലഭിക്കാത്തവ മുളയ്ക്കില്ല. ഓൺലി ലൈവ് സീഡ്സ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ജീവനുള്ള വിത്ത് മാത്രമേ മുളയ്ക്കുള്ളൂ. നമ്മളെ വറുത്തൂന്ന് വിചാരിച്ചോളൂ. പയർ പൊടി ഉണ്ടാക്കാനായിട്ട് വറക്കില്ലേ? വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അവര് മുളയ്ക്കില്ല. അപ്പോഴത്തേക്കും ജീവൻ പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ മുളയ്ക്കില്ല. നൗ ലെറ്റ് us germinate seeds. നമുക്ക് വിത്ത് മുളപ്പിച്ച് നോക്കാം. അപ്പൊ നമ്മൾ ഇനി പരീക്ഷിക്കാൻ പോവാ. നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് റിക്വയർഡ് ഫോർ ജെർമിനേഷൻ, ഏതൊക്കെ ഘടകങ്ങൾ ആവശ്യമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഊഹിച്ചു. എന്നിട്ട് ഇതൊക്കെ, ഈ ഊഹമൊക്കെ ശരിയാണോ എന്ന് നമ്മൾ പരീക്ഷിച്ചു. ഇതിനെയാണ് സയന്റിഫിക് മൈൻഡ് എന്ന് പറയാ. സയന്റിഫിക് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഊഹിക്കുന്നത് ശരിയാണ് എന്ന് തീരുമാനിച്ചിട്ട് മസിൽ പിടിച്ചിട്ട് നിൽക്കല്ല, നമ്മൾ അതിനെ പരീക്ഷിച്ച് ശരിയാണെന്ന് ഉറപ്പ് വരുത്തും. ഇതിനെയാണ് നമ്മൾ സയന്റിഫിക് മൈൻഡ് എന്ന് പറയാ. ഓക്കെ. അപ്പൊ വി ആർ സയൻസ് സ്റ്റുഡൻസ്, ശാസ്ത്രത്തിന്റെ കുഞ്ഞുങ്ങളാണ് അല്ലെ. അപ്പൊ അത് കാരണം തന്നെ നമ്മൾ പരീക്ഷിക്കാൻ പോവാണ്. അപ്പൊ വാട്ടർ, അപ്പൊ എന്തൊക്കെയാ നമുക്ക് ഘടകങ്ങൾ വേണ്ടേ? നമ്മളുടെ ഊഹപ്രകാരം വെള്ളം, വാട്ടർ വേണം, സോയിൽ മണ്ണ് വേണം, എയർ വായു വേണം, സൺലൈറ്റ് സൂര്യപ്രകാശം വേണം. അപ്പൊ ഇത്രയാണ് നമ്മളിപ്പോ തൽക്കാലം എഴുതി വെച്ചിരിക്കണേ. ഇതെല്ലാം വേണോ വേണ്ടയോ എന്ന് നോക്കാം. അപ്പൊ ആദ്യമാണ് നമ്മുടെ കൺട്രോൾ എന്ന് പറയും. എല്ലാം കൊടുത്ത് ആദ്യം നമ്മൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. ഓക്കെ. അതെന്താ? അത് ആദ്യം ഒരു ഗ്ലാസ് എടുത്തു, ഗ്ലാസ്സിൽ ഞാൻ മണ്ണിട്ടു, മണ്ണിൽ ഞാൻ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു, എന്നിട്ട് കുറച്ച് പയറുമണികൾ ഇട്ടു, എന്നിട്ട് ഞാൻ സൂര്യപ്രകാശത്തിൽ കൊണ്ട്, നട്ടപ്ര വെയിലത്തല്ല, ഒരു എന്താ പറയുക, ജനലിന്റെ അടുത്തോ എന്തെങ്കിലും കൊണ്ടിട്ട് വെക്കുക. നട്ടപ്ര വെയിലത്ത് കൊണ്ടുവയ്ക്കരുത്, ഒരു അത്യാവശ്യം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കും. എന്നിട്ട് പതുക്കെ ആവശ്യത്തിന് കുറച്ചായിട്ട് വെള്ളം 2 ദിവസത്തിലൊരിക്കൽ കൊടുക്കുക. അല്ലെങ്കിൽ ഓരോരോ ദിവസം കുറച്ച് വെള്ളം, മോയ്സ്ചർ ഉണ്ടാവണം, അത്യാവശ്യം നനവ് ഉണ്ടാവണം. അങ്ങനത്തെ രീതിയിൽ ആ എന്താ പറയുക, വിത്തിനെ ഒന്ന് നോക്കുക. എന്നിട്ട് എല്ലാ ദിവസവും നിരീക്ഷിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വിത്തില് മുള വരും. ദ സീഡ് വിൽ ജെർമിനേറ്റ് ആഫ്റ്റർ സം ഡേയ്സ്. അത് നമ്മൾ കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ഇതാണ് കൺട്രോൾ. എല്ലാം കൊടുത്തപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? വിത്ത് മുളച്ചു എന്ന് മനസ്സിലാക്കി. എന്തൊക്കെ കൊടുത്തു നമ്മള്? മണ്ണ്, വെള്ളം, വായു, സൂര്യപ്രകാശം, സോയിൽ, വാട്ടർ, എയർ,
സൺലൈറ്റ് കൊടുത്തു. അപ്പൊ വാട്ട് ഡിഡ് വി ഡു? ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ്, പുട്ട് സം പീ സീഡ്സ് ഇൻ ടു ഇറ്റ്. ഒരു ഗ്ലാസ്സിൽ കുറച്ച് നനഞ്ഞ മണ്ണെടുത്തു, അതിൽ പയർ വിത്തുകൾ ഇട്ടു. പ്ലേസ് ഇറ്റ് ഇൻ എൻ ഏരിയ വേർ വി ഗെറ്റ് സൺലൈറ്റ്. സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ചു. വാട്ടർ ഷുഡ് ബി ഗിവൺ അറ്റ് റിക്വയർഡ് റേറ്റ് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുപോയിട്ട് കമഴ്ത്തരുത്, കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിത്ത് മുങ്ങിപ്പോവും, ചീഞ്ഞളിയും. അങ്ങനെ ചെയ്യരുത്. ഈർപ്പം നിലനിർത്താൻ മാത്രം ആവശ്യമായ അളവിൽ വെള്ളം നൽകണം. ഒബ്സർവ് ഇറ്റ് എവറിഡേ. എല്ലാ ദിവസവും നിരീക്ഷിക്കുക. ഒബ്സർവേഷൻ എന്ത് കാണും? കുറച്ചു ദിവസം കഴിയുമ്പോൾ ദ സീഡ് ജെർമിനേറ്റഡ് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്. വിത്ത് മുളയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്ട് ഓൾ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ് ഗെറ്റ്? എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ ഇവിടെ സീഡിന് കൊടുത്തത്, വിത്തിന് കൊടുത്തത്? സോയിൽ മണ്ണ്, വാട്ടർ വെള്ളം കൊടുത്തു, എയർ വായു, അടച്ചൊന്നും വെച്ചില്ല അല്ലെ. അതുപോലെ തന്നെ സൺലൈറ്റ് സൂര്യപ്രകാശം നമ്മൾ നൽകി. ഇനി നമ്മൾ പരീക്ഷിക്കാൻ പോവാ. എല്ലാവരും ആവശ്യമാണോ? മണ്ണ് ഉണ്ടെങ്കിലേ മുളയ്ക്കുള്ളൂ എന്നുണ്ടോ? വെള്ളം ഉണ്ടെങ്കിലേ മുളയ്ക്കുള്ളൂ എന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരീക്ഷിക്കാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എങ്ങനെയാ പരീക്ഷിക്കണേ? ഓരോന്ന് അങ്ങ് കൊടുക്കാണ്ടിരിക്കും. മണ്ണ് കൊടുക്കില്ല. മണ്ണ് കൊടുക്കാണ്ടിരിക്കുമ്പോഴത്തേക്കും വിത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ മണ്ണ് ഇല്ലെങ്കിലും വിത്ത് മുളച്ചാലുള്ള അർത്ഥം എന്താണ്? മണ്ണ് അത്യാവശ്യ ഘടകമല്ല എന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. ഇതേപോലെ ഓരോന്ന് വെള്ളം ഇല്ലാണ്ട് നമ്മളൊന്ന് നോക്കും. വെള്ളം ഇല്ലാണ്ട് നോക്കും. വായുവിന്റെ എക്സ്പെരിമെന്റ് നമുക്കില്ല. അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശം ഇല്ലാണ്ട് നോക്കും. എന്നിട്ട് നമ്മൾ പരീക്ഷിച്ചു നോക്കും അത്യാവശ്യ ഘടകമാണോ അല്ലയോ എന്ന്. അപ്പൊ നമ്മള് മണ്ണില്ല. അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തു. ഇതിൽ നമ്മൾ പരുത്തിയില്ലേ, പഞ്ഞി വെച്ചു. നനവുള്ള പഞ്ഞി അല്ലെങ്കിൽ ഒരു പേപ്പർ ടവൽ എടുത്തു. ഓക്കെ, എന്നിട്ട് അതിൽ വിത്ത് വെച്ചു. പ്ലേസ് സീഡ്സ് ഇൻ മോയിസ് കോട്ടൺ ഓർ പേപ്പർ ടവൽ പ്രൊവൈഡിങ് വാട്ടർ ആൻഡ് എയർ. വിത്തുകൾ നനഞ്ഞ കോട്ടൺ തുണിയിലോ പേപ്പർ ടവലിലോ വെക്കണം. വെള്ളവും വായുവും ഉണ്ട് ഇപ്പോ. എന്നിട്ട് അതിനെ കൊണ്ടിട്ട് ഒരു ജനലിന്റെ അടുത്ത് വെക്കുക. സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അവൈലബിൾ? എന്തൊക്കെ ഇപ്പൊ ഉണ്ട്? വെള്ളമുണ്ട് അല്ലെ, വാട്ടർ ഇസ് ദെയർ, വായു ഉണ്ട്, എയർ ഇസ് ദെയർ, സൂര്യപ്രകാശം ഉണ്ട്, സൺലൈറ്റ് ഇസ് ദെയർ. എന്തില്ല? മണ്ണില്ല. നമ്മൾ മണ്ണിട്ടില്ല അല്ലെ, മണ്ണില്ല. ഫാക്ടേഴ്സ് വിച്ച് ഇസ് നോട്ട് ദെയർ, മണ്ണില്ല. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം നോക്കി. മുളയ്ക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു. മുളയ്ക്കുന്നുണ്ടോ? മുളയ്ക്കും. അതെ, വിത്ത് മുളയ്ക്കും. യെസ്, എ സീഡ് വിൽ ജെർമിനേറ്റ്. ഇതിന്റെ അർത്ഥം എന്താ? വാട്ട് ക്യാൻ യു ഇൻഫർ ഫ്രം ദിസ്? വാട്ട് ഡസ് ദിസ് ഷോ? എന്താണ് ഇത് കാണിക്കുന്നത്? ഇത് കാണിക്കുന്നത് സോയിൽ ഇസ് നോട്ട് നെസസറി ഫോർ ജെർമിനേഷൻ. ഇത് കാണിക്കുന്നത് മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മണ്ണ് അത്യാവശ്യ ഘടകമല്ല, അത്യാവശ്യമായിട്ട് വേണ്ട ഘടകമല്ല. പക്ഷെ ഒരു ചെടിക്ക് ആവശ്യമാണ്. ചെടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും മണ്ണിൽ നിന്നാണ് സാധനങ്ങളൊക്കെ എടുക്കുന്നത്. മുളയ്ക്കാനായിട്ട് അത്യാവശ്യമല്ല. ഇൻ കേസ് മണ്ണില്ലെങ്കിൽ ഒരു ചെടിക്ക് വേറെ രീതിയിൽ നമ്മൾ പോഷകാഹാരം കൊടുക്കണം. അത് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കും. വീണ്ടും നോക്കുക, മുളയ്ക്കാനായിട്ട് മണ്ണ് അത്യാവശ്യമല്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ജെർമിനേറ്റ് ചെയ്യാൻ ഇറ്റ് ഇസ് നോട്ട് നെസസറി. സോയിൽ ഇസ് നോട്ട് എ നെസസറി ക്രൈറ്റീരിയ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ മണ്ണ് കഴിഞ്ഞു. ഇനി നമ്മൾ വെള്ളത്തിന്റെ, മണ്ണ് അത്യാവശ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇനി നമ്മൾ ചെയ്യാൻ പോണത് വെള്ളത്തിന്റെ കാര്യമാണ് നമ്മൾ നോക്കാൻ പോണേ. അപ്പൊ നമ്മൾ വീണ്ടും ഒരു ഗ്ലാസ് എടുത്തു. ആൻഡ് വി ആർ കീപ്പിംഗ് സം സോയിൽ. കുറച്ച് മണ്ണിട്ടു, അല്ലെങ്കിൽ ഒരു കോട്ടൺ എടുത്തു. പക്ഷെ വെള്ളം ഒഴിക്കില്ല. ബിക്കോസ് വി വോണ്ട് ടു സീ ഇഫ് വാട്ടർ ഇസ് നെസസറി. വെള്ളം അത്യാവശ്യമാണോ എന്നാണ് നോക്കുക. അപ്പൊ വെള്ളം കൊടുക്കില്ല. വെള്ളം കൊടുക്കാണ്ട് നോക്കാൻ പോവാണ്. സോ പുട്ട് സം സീഡ്സ് ഇൻ ദ സോയിൽ ആൻഡ് കീപ് ദം ഇൻ സൺലൈറ്റ് വിത്തൗട്ട് വാട്ടറിങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് വിത്തുകൾ മണ്ണിലിട്ട് വെള്ളം ഒഴിക്കാണ്ട് വെച്ചു. ഓക്കെ, എന്നിട്ട് സൂര്യപ്രകാശത്തിൽ കൊണ്ടുപോയിട്ട് വെച്ചു. ഇപ്പൊ എന്തൊക്കെ കിട്ടി? വായു ഉണ്ട്, സൺലൈറ്റ് ഉണ്ട്. വായു എന്ന് പറഞ്ഞാൽ എയർ ഉണ്ട്, സൂര്യപ്രകാശവും ഉണ്ട്. അപ്പൊ ഫാക്ടേഴ്സ് ദാറ്റ് ദ സീഡ് ഡിഡ് നോട്ട് ഗെറ്റ്. എന്താ കൊടുക്കാത്ത? നമ്മൾ വിത്തിന് ലഭിക്കാത്ത ഘടകം എന്താണ്? വെള്ളം, വാട്ടർ കിട്ടിയില്ല. എന്നിട്ട് ആദ്യത്തെ ദിവസം നോക്കി, രണ്ടാമത്തെ ദിവസം നോക്കി, മൂന്നാമത്തെ ദിവസം നോക്കി. സീഡ് ജെർമിനേറ്റ് ചെയ്യോ? നോ, സീഡ് വിൽ നോട്ട് ജെർമിനേറ്റ്. അതുകൊണ്ടാണ് അലമാരയുടെ ഉള്ളിലുള്ള വിത്തുകൾ ഒന്നും മുളയ്ക്കാത്തത്. അതിൽ ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ, വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുളയ്ക്കും. സോ വിത്ത് മുളയ്ക്കാനായിട്ട് വെള്ളം അത്യാവശ്യമാണ്. ബിക്കോസ് വെള്ളം ഇല്ലാത്തപ്പോ വിത്ത് മുളയ്ക്കില്ല. ഉണങ്ങിയ വിത്ത് മുളയ്ക്കില്ല.
ഉണങ്ങിയ വിത്ത് മുളയ്ക്കില്ല. മുളയ്ക്കുന്നതിന് വെള്ളം അത്യാവശ്യമാണ്. ദിസ് ഷോസ് ദാറ്റ് വാട്ടർ ഈസ് വെരി നെസസറി ഫോർ ജെർമിനേഷൻ. വാട്ടർ ഈസ് വെരി നെസസറി ഫോർ ജെർമിനേഷൻ എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ എന്താ വെള്ളം ചെയ്യണേ? വാട്ടർ ആക്ടിവേറ്റ്സ് ദ ലൈഫ് വിത്തിൻ ദ സീഡ്. വെള്ളം പോയി തട്ടി വിളിക്കും. ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന കുഞ്ഞു ചെടിയെ പോയി തട്ടി വിളിക്കും. വെള്ളം വിത്തിനുള്ളിലെ ജീവനെ സജീവമാക്കുന്നു. വാട്ടർ ആക്ടിവേറ്റ്സ് ദ ലൈഫ് വിത്തിൻ ദ സീഡ്. വെള്ളം വിത്തിന്റെ ഉള്ളിലെ ജീവനെ സജീവമാക്കുന്നു, ജീവനുള്ളതാക്കുന്നു, ജീവനെ തൊട്ടുണർത്തും എന്ന് പറയാ. വാട്ടർ ആക്ടിവേറ്റ്സ് ദ ലൈഫ് വിത്തിൻ ദ സീഡ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? സോയിൽ, മണ്ണ് അത്യാവശ്യമല്ല മുളയ്ക്കാനായിട്ട് എന്ന് പഠിച്ചു. വെള്ളം അത്യാവശ്യമാണ് മുളയ്ക്കാനായിട്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എന്താ പഠിക്കാനുള്ളത്? സൂര്യപ്രകാശത്തിനെ പറ്റിയിട്ട് നോക്കണം. ഇപ്പൊ 2 ഗ്ലാസ് എടുത്തു നമ്മൾ സൂര്യപ്രകാശം വേണ്ടിയിട്ട് വേണോ വേണ്ടയോ എന്ന് അറിയാനായിട്ട്. ഒരെണ്ണം കുപ്പി ഗ്ലാസ്. കുപ്പി ഗ്ലാസിന്റെ പ്രത്യേകത എന്താ? പ്രകാശം ഉള്ളിലേക്ക് കടക്കും. രണ്ടാമത് നമ്മൾ എടുത്തത് ഒരു സ്റ്റീൽ ഗ്ലാസ്. എന്നിട്ട് 2 നമ്മൾ മണ്ണ് നിറച്ചു. 2 നമ്മൾ മണ്ണോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ നിറച്ചു. എന്നിട്ട് 2 നനച്ചു. കുറച്ച് നനവുള്ള മണ്ണാണ് നമ്മൾ നിറച്ചിരിക്കുന്നത്. കാരണം സൂര്യപ്രകാശം മാത്രം കൊടുക്കാണ്ടിരുന്നാൽ മതി. നനവുള്ള മണ്ണ് നിറച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 2 വിത്തിട്ടു. 2 നീല കളർ വിത്തിട്ടു എന്ന് വിചാരിച്ചോ. 2 വിത്തിട്ടു. എന്നിട്ട് ഇത് കുപ്പി ഗ്ലാസ് ആണ് കേട്ടോ, സുതാര്യമാണ്. അതായത് വെളിച്ചം ഉള്ളിലേക്ക് കടക്കും. ലൈറ്റ് വിൽ എൻറ്റർ ദ ട്രാൻസ്പെറന്റ് ഗ്ലാസ് എന്നാണ് പറയുക. ട്രാൻസ്പെറന്റ് മീൻസ് വെളിച്ചം ഉള്ളിലേക്ക് കടക്കും. സുതാര്യം, ട്രാൻസ്പെറന്റ്. അപ്പൊ എന്ത് ചെയ്തു? ടേക്ക് എ ട്രാൻസ്പെറന്റ് ഗ്ലാസ്. ഒരു സുതാര്യമായ ഗ്ലാസ് എടുക്കുക, ഒരു സ്റ്റീൽ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റീൽ ഗ്ലാസ്സിനെ ഇനി മോളിൽ നിന്നെങ്ങാനും സൂര്യപ്രകാശം കയറുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഒരു കറുപ്പ് മൂടിയും കൂടി വെച്ചിട്ട് അങ്ങ് അടയ്ക്കും. കറുത്ത കളർ ലിഡും കൂടി വെച്ചിട്ട് അടയ്ക്കും. എന്നിട്ട് ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുപോയിട്ട് വെളിക്കും. ഇതിനെ നമ്മൾ വെളിച്ചുള്ള മുറിയിൽ കൊണ്ടുപോയിട്ട് വെക്കും. വെളിച്ചുള്ള മുറിയിൽ ആവശ്യത്തിന് വെള്ളവും കൊടുത്ത് വെക്കും. ഇവിടെയും ഇരുട്ടുള്ള മുറിയിൽ വെള്ളം കൊടുക്കും. വെള്ളമുണ്ട്, സോയിലുണ്ട്, കാറ്റുണ്ട്, വായുവുണ്ട്, എയർ ഉണ്ട് അല്ലെ? അപ്പൊ വെള്ളവും ഉണ്ട്, എയറും ഉണ്ട്. എന്ത് മാത്രമില്ല സ്റ്റീൽ ഗ്ലാസ്സില്? സൺലൈറ്റ്, വിച്ച് സൂര്യപ്രകാശം മാത്രമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ആദ്യത്തെ ദിവസം, 2ാമത്തെ ദിവസം നമ്മൾ നിരീക്ഷിക്കണം. കുറച്ച് കഴിയുമ്പോൾ 2 മുളച്ചു. നമുക്ക് തോന്നുന്നു സൂര്യപ്രകാശം ഇല്ലെങ്കിൽ മുളയ്ക്കില്ല. അത് അങ്ങനെയല്ല. സൂര്യപ്രകാശം ഇല്ലെങ്കിൽ മുളയ്ക്കും, ചിലപ്പോൾ മുളയ്ക്കും. മുളച്ചാലും ഇഷ്യൂ എന്താന്ന് പറഞ്ഞാ ആരോഗ്യപരമായിരിക്കില്ല. ആ മുള എന്ന് പറയുന്നത് ആരോഗ്യത്തോടെ ഉണ്ടാവില്ല. അതാണ് സംഭവിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം, ഒന്നും കൂടിയിട്ട് ഒന്ന് വായിച്ചു നോക്കാം. അപ്പൊ ടേക്ക് എ ട്രാൻസ്പെറന്റ് ഗ്ലാസ്. ഒരു സുതാര്യമായ ഗ്ലാസ് എടുക്കുക. പിന്നെ ഒരു സ്റ്റീൽ ഗ്ലാസ്സും എടുക്കുക. ഒരു സുതാര്യമായ ഗ്ലാസ്സും എടുക്കുക. ടേക്ക് എ സ്റ്റീൽ ഗ്ലാസ്. സ്റ്റീൽ ഗ്ലാസിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഡസ് നോട്ട് അലൗ സൺലൈറ്റ് ടു എൻറ്റർ. സ്റ്റീൽ ഗ്ലാസ് സൂര്യപ്രകാശം അകത്തേക്ക് കടക്കില്ല. എന്നിട്ട് കുറച്ച് വിത്ത് എടുത്തു. പുട്ട് സം സീഡ്സ് ഇൻ വെറ്റ് കോട്ടൺ ഓർ സോയിൽ ഇൻ ബോത്ത്. 2ലും നനഞ്ഞ പരുത്തിയിലോ മണ്ണിലോ കുറച്ച് വിത്തുകൾ ഇടുക. Keep the transparent glass in sunlight and the steel glass in dark with a black lid on the top to prevent the sunlight. സുതാര്യമായ ഗ്ലാസ് സൂര്യപ്രകാശത്തിൽ കൊണ്ടുപോയിട്ട് വെക്കാം. സ്റ്റീൽ ഗ്ലാസ്സില് ഒരു കറുത്ത മൂടിയും കൂടി വെച്ചിട്ട് ഇരുട്ടത്ത് കൊണ്ടുപോയിട്ട് വെക്കണം, സൂര്യപ്രകാശം തടയാനായിട്ട്. അപ്പൊ എന്തൊക്കെ ഘടകങ്ങളാണ് സ്റ്റീൽ ഗ്ലാസ്സിലുള്ള വിത്തിന് കിട്ടണ? എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിഡ് ദ സീഡ്സ് ഗെറ്റ്? ഇറ്റ് ഗോട്ട് വാട്ടർ ആൻഡ് ഇറ്റ് ഗോട്ട് എയർ. എന്താണ് കിട്ടാത്തത്? ഇറ്റ് ഡിഡ് നോട്ട് ഗെറ്റ് ലൈറ്റ്. സൂര്യപ്രകാശം ലഭിച്ചില്ല. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ദിവസം ഒബ്സർവ് ചെയ്തു, കുറച്ച് ദിവസം നമ്മൾ നോക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇരുട്ടത്തുള്ളതും ജെർമിനേറ്റ് ചെയ്യും. ചിലപ്പോൾ ഇരുട്ടത്തുള്ള വിത്തുകൾ മുളച്ചേക്കാം. പക്ഷേ ഇറ്റ് മേ നോട്ട് ബി ഹെൽത്തി. ആരോഗ്യമുള്ള മുളകൾ ആയിരിക്കുകയില്ല. ചിലപ്പോ ആരോഗ്യമുള്ള മുളകൾ ആയിരിക്കില്ല. ഇതിൽ എന്താണ് കാണിക്കുന്നത്? ഇതെന്താണ് കാണിക്കുന്നത്? സൺലൈറ്റ് ഇസ് നോട്ട് നെസസറി. സോയില്, മണ്ണില്ലാത്തപ്പോഴും മുളച്ചു അല്ലെ? ഇതുപോലെ സൺലൈറ്റ് ഇല്ലാത്തപ്പോ, അതായത് സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴും വിത്തുകൾ മുളയ്ക്കുന്നുണ്ട്, ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. സൺലൈറ്റ് ഇസ് നോട്ട് എ നെസസറി കണ്ടീഷൻ. സോയിൽ ഇസ് ഓൾസോ നോട്ട് എ നെസസറി കണ്ടീഷൻ എന്ന് നമുക്ക് മനസ്സിലാവും.
വിത്തുകൾ മുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം അത്യാവശ്യ ഘടകമല്ല, മണ്ണും അത്യാവശ്യ ഘടകമല്ല. സൺലൈറ്റ് ഇസ് നോട്ട് എ നെസസറി കണ്ടീഷൻ ഫോർ സീഡ് ടു ജെർമിനേറ്റ്. ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് മനസ്സിലാവുന്നത് സൺലൈറ്റ് ഇസ് നോട്ട് എ നെസസറി കണ്ടീഷൻ എന്നുള്ളതാണ്. പക്ഷേ ചെടികൾ ആരോഗ്യപരമായിട്ട് വളരണമെങ്കിൽ, ബട്ട് ഫോർ പ്ലാന്റ്സ് ടു ഗ്രോ ഹെൽത്തി സൺലൈറ്റ് ഇസ് റിക്വയർഡ്. സൺലൈറ്റ് പ്ലാന്റ്സ് ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ സൺലൈറ്റ് ഇസ് റിക്വയർഡ്. സൺലൈറ്റ് ഹെൽപ്സ് പ്ലാന്റ്സ് മേക്ക് ഫുഡ് ആഫ്റ്റർ ജെർമിനേഷൻ. സസ്യങ്ങൾ ആരോഗ്യത്തോടെ വളരണമെങ്കിൽ, ചെടികൾ ആരോഗ്യത്തോടെ വളരണമെങ്കിൽ സൂര്യപ്രകാശം അത്യാവശ്യമാണ്. കാരണം ചെടികൾ വളർന്നു വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ സൂര്യപ്രകാശമാണ് എടുക്കുന്നത്, അല്ലെ? സൂര്യപ്രകാശമാണ് എടുക്കുന്നത്. അപ്പൊ മുളച്ചതിന് ശേഷം ചെടികൾക്ക് സൂര്യപ്രകാശം വേണം, കാരണം എങ്കിലേ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എങ്കിലേ ആരോഗ്യത്തോടെ ചെടികൾ വളരുകയുള്ളൂ. ഓക്കെ, സസ്യങ്ങൾ ആരോഗ്യത്തോടെ വളരണമെങ്കിൽ സൂര്യപ്രകാശം ആവശ്യമാണ്. മുളച്ചതിന് ശേഷം സസ്യങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ സൂര്യപ്രകാശം വേണം. പക്ഷെ മുളയ്ക്കാനായിട്ട് സൂര്യപ്രകാശം അത്യാവശ്യ ഘടകമല്ല. മുളയ്ക്കാനായിട്ട് സൂര്യപ്രകാശം അത്യാവശ്യ ഘടകം അല്ല. അപ്പൊ ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഇതുവരെ നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ് മുളയ്ക്കാനായിട്ടുള്ള അത്യാവശ്യ ഘടകങ്ങൾ, ഫാക്ടേഴ്സ് വിച്ച് ആർ റിക്വയർഡ് എന്തൊക്കെയാണ്? നമുക്ക് വെള്ളം അത്യാവശ്യമാണ് എന്നുള്ളത് കണ്ടു. എന്തൊക്കെ അത്യാവശ്യമില്ല എന്നുള്ളത് കണ്ടു. എയർ എന്താണെങ്കിലും അത്യാവശ്യമാണ്. എന്തൊക്കെ അത്യാവശ്യമല്ല? സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശം അത്യാവശ്യമല്ല. സൺലൈറ്റ്, സൂര്യപ്രകാശം അത്യാവശ്യമല്ല എന്ന് കണ്ടു. രണ്ടാമത് ആവശ്യം അത്യാവശ്യമല്ലാത്തത് സോയിൽ. പക്ഷെ ഇത് രണ്ടും ഈ പറയുന്ന പോലെ ആരോഗ്യപരമായിട്ട് ചെടികൾ വളരണം എന്നുണ്ടെങ്കിൽ, ചെടിയായി കഴിയുമ്പോൾ അത്യാവശ്യമാണ്. മുളയ്ക്കാൻ ആവശ്യമില്ല, മുളയ്ക്കാൻ ജെർമിനേഷന് അത്യാവശ്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മുടെ ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുസ്തകത്തില് വേറെ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ ആവശ്യമുണ്ടോ ഇല്ലയോ, ഘടകം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു എക്സ്പെരിമെന്റ് രൂപം കൊടുക്കാനായിട്ട്, എക്സ്പെരിമെന്റ് നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താ? നമുക്ക് നോക്കാം. ഒപ്റ്റിമം ടെമ്പറേച്ചർ, കറക്റ്റ് താപനില, എന്താ പറയാ, മിതമായ താപനില അത്യാവശ്യമാണോ അല്ലയോ എന്ന്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പരീക്ഷണം രൂപകൽപ്പന ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2 കപ്പുകൾ എടുത്തു. 2 കപ്പിലും നമ്മൾ എന്ത് ചെയ്തു? ഒരു മോയിസ്റ്റ് കോട്ടൺ, അതായത് ഒരു നനഞ്ഞ പരുത്തിയോ അല്ലെങ്കിൽ കുറച്ച് മണ്ണോ, നനവുള്ള മണ്ണെടുത്തു. എന്നിട്ട് അതിൽ കുറച്ച് വിത്തുകൾ ഇട്ടു. എന്നിട്ട് നമ്മൾ ഒരെണ്ണം കൊണ്ടിട്ട് സൂര്യപ്രകാശത്തിൽ വെച്ചു. മറ്റേതിനെ കൊണ്ടുപോയിട്ട് ഫ്രീസറിന്റെ ഉള്ളിൽ വെച്ചു. ഭയങ്കര തണുപ്പിൽ ഫ്രീസ് ചെയ്ത് വെച്ചു. 2-3 ദിവസത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നനവ് വെള്ളം കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്നിട്ട് ഒരു 7 ദിവസം ഒബ്സർവ് ചെയ്യുമ്പോൾ ഫ്രീസറിലുള്ളത് ഒരു കാരണവശാലും വളരില്ല, അല്ലെ? ഭയങ്കര ടെമ്പറേച്ചർ കുറവാ, താപനില വളരെ കുറവാ. അപ്പൊ വിത്ത് മുളക്കില്ല. അതേസമയം സൂര്യപ്രകാശത്ത് വെച്ചവ ചെറിയ ചെടികളായിട്ട് വളരാനായിട്ട് തുടങ്ങും, അല്ലെ? അപ്പൊ ടേക്ക് 2 cups വിത്ത് മോയിസ്റ്റ് സോയിൽ ആൻഡ് പുട്ട് 3-4 സീഡ്സ് ഇൻ ഈച്ച്. നനവുള്ള മണ്ണെടുത്തു. നനവുള്ള മണ്ണെടുത്തതിന് ശേഷം 2 എണ്ണത്തിൽ ഒരു 3-4 വിത്തുകൾ ഇട്ടു. എന്നിട്ട് ഒരെണ്ണത്തിന് ഫ്രീസറിൽ വെച്ചു. കപ്പ് ഒരെണ്ണത്തിന് ഫ്രീസറിൽ വെച്ചു. രണ്ടാമത്തെ കപ്പ് സൺലൈറ്റിൽ വെച്ചു. കപ്പ് 2 കീപ് ഇറ്റ് ഇൻ സൺലൈറ്റ്. ഇനി വാട്ടർ ബോത്ത് ദ കപ്സ് ലൈറ്റ്ലി എവറി 2 days. 2 കപ്പുകളിലും ഓരോ 2 ദിവസത്തിലും ലഘുവായിട്ട് വെള്ളം നനയ്ക്കുക. ഒബ്സർവ് ദം ഫോർ 7 days. 7 ദിവസം അവയെ നിരീക്ഷിക്കുക. ഒബ്സർവേഷൻ എന്താ? നിരീക്ഷണം എന്താ? ദ സീഡ്സ് കെപ്റ്റ് ഇൻ ഫ്രീസർ ഡു നോട്ട് ഗ്രോ. ഫ്രീസറിൽ വെച്ചിരിക്കുന്ന വിത്തുകൾ മുളക്കില്ല. The seeds kept in the sunlight starts to grow. സൂര്യപ്രകാശത്തിൽ വെച്ചിരിക്കുന്ന വിത്തുകൾ ചെറിയ ചെടികളായിട്ട് മുളയ്ക്കാൻ തുടങ്ങും. ഇതിന്റെ അർത്ഥം എന്താണ്? കറക്റ്റ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ഇസ് റിക്വയർഡ്. ടെമ്പറേച്ചർ ഭയങ്കര ചെറുതായാലും ഭയങ്കര കൂടിയാലും വിത്ത് മുളക്കില്ല എന്ന് പറയാം. എന്നിട്ട് അപ്പൊ ഇനി നമ്മൾ മൊത്തത്തിൽ ഇതുവരെ ചെയ്ത പരീക്ഷണങ്ങളെ പറ്റിയിട്ട് ഈ ഒരു ടേബിളിൽ ഇട്ട് വെച്ചിരിക്കുക കേട്ടോ. ഈ ഒരു ടേബിളിൽ നമ്മൾ എഴുതുകയാണ്. അപ്പൊ ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം ഒക്കെ എന്താ സംഭവിക്കുക? 1, 2, 3, 4. ഒന്നാമത്തെ ഗ്ലാസ്, രണ്ടാമത്തെ ഗ്ലാസ്, മൂന്നാമത്തെ ഗ്ലാസ്, നാലാമത്തെ ഗ്ലാസ്. ഒന്നാമത്തെ ഗ്ലാസ്സിലെ എല്ലാ ഘടകങ്ങളും ഉണ്ട്. അതായത് വെള്ളമുണ്ട്, വായു ഉണ്ട്, വാട്ടർ ഇസ് ദെയർ, വായു ഇസ് ദെയർ. വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇസ് ദെയർ, സൺലൈറ്റ് ഇസ് ദെയർ.
അല്ലെ? സൺലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സോയിലും ഉണ്ട്. ഇതിന് എല്ലാം അവൈലബിൾ ആണ്. ആദ്യത്തെ ദിവസം വിത്തുകൾ കുതിരും, സീഡ് ഗെറ്റ് സോക്ഡ്, സീഡ്സ് ഗോട്ട്സ്, എന്നിട്ട് രണ്ടാമത്തെ ദിവസം സോക്ക് ചെയ്തു, സീഡ് കുറച്ചും കൂടി കുതിർന്നു, എന്നിട്ട് ഗുണ്ടു ഗുണ്ടുവായി വീർത്തു. ദ സീഡ് ഗോട്ട് സോക്ഡ് ആൻഡ് സ്വോൾഡൻ. ഓക്കെ, വിത്തുകൾ കുതിർന്നിട്ട് വീർത്തു. മൂന്നാമത്തെ ദിവസം സീഡ് കോട്ട് പൊട്ടും, വിത്തിന്റെ പുറമെ ഒരു തോടുണ്ട്, അത് പൊട്ടും, വിത്തിന്റെ പുറമെ പൊട്ടൽ കാണാൻ തുടങ്ങും. നാലാമത്തെ ദിവസം മുള കാണും, സ്പ്രൗട്ട് ഇസ് സീൻ, മുള കാണാനായിട്ട് തുടങ്ങും. ഇനി രണ്ടാമത്തെ ക്ലാസ്സില് മണ്ണൊഴിച്ച് ബാക്കി എല്ലാ ഘടകങ്ങളുണ്ട്. ഇറ്റ് ഇസ് ഗിവൺ ഓൾ ഫാക്ടേഴ്സ് എക്സെപ്റ്റ് സോയിൽ. അതായത് വാട്ടർ ഇസ് എയർ, എയർ ഇസ് എയർ, സൺലൈറ്റ് ഇസ് എയർ. വെള്ളമുണ്ട്, വായു ഉണ്ട്, സൂര്യപ്രകാശം ഉണ്ട്. ആദ്യത്തെ ദിവസം സീഡ് സോക്ക് ചെയ്തു, വിത്ത് കുതിർന്നു. രണ്ടാമത്തെ ദിവസം സീഡ് വീണ്ടും സോക്കായി, സ്വെല്ലായി, വിത്ത് കുതിർന്നു, വീർത്തു. മൂന്നാമത്തെ ദിവസം സീഡ് കോട്ട് പൊട്ടി, വിത്തിന്റെ പുറമെ പൊട്ടൽ കണ്ടു തുടങ്ങി. നാലാമത്തെ ദിവസം സ്പ്രൗട്ട് ഇസ് സീൻ, മുള കണ്ടു തുടങ്ങി. ഇതിന്റെ അർത്ഥം മണ്ണ് അത്യാവശ്യമല്ല. ഇനി മൂന്നാമത്തെ ഗ്ലാസ് എടുത്തു. മൂന്നാമത്തെ ഗ്ലാസ്സിലെ ബാക്കി എല്ലാം കൊടുത്തു, വെള്ളം കൊടുത്തില്ല. ജലം ഒഴുകി ബാക്കി എല്ലാ ഘടകങ്ങളും നൽകി. അപ്പൊ ആദ്യത്തെ ദിവസം വ്യത്യാസമില്ല, രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും വ്യത്യാസമില്ല. മുള കാണില്ല നമ്മള്, കാരണം വെള്ളം അത്യാവശ്യമാണ്. വാട്ടർ ആക്ടിവേറ്റ്സ് ദ ലൈഫ് വിത്തിൻ ദ സീഡ്. വെള്ളം ഉള്ളിലുള്ള ജീവനെ തൊട്ടുണർത്തുന്നതാണ്, അല്ലെ? അപ്പൊ വാട്ടർ ഇസ് നീഡഡ്, അതുകൊണ്ട് തന്നെ മുള കാണില്ല, ജലം ആവശ്യമുണ്ട്. ഇനി നാലാമത്തെ ക്ലാസ്സിൽ സൂര്യപ്രകാശം ഒഴികെ എല്ലാ ഘടകങ്ങളും കൊടുത്തു. വി ഗേവ് എവറി ഫാക്ടർ എക്സെപ്റ്റ് സൺലൈറ്റ്, സൺലൈറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുത്തു. സീഡ് ഗോട്ട് സോക്ഡ്, ആദ്യത്തെ ദിവസം വിത്തുകൾ കുതിർന്നു. സീഡ് ഗോട്ട് സോക്ഡ് ആൻഡ് സ്വോളൻ ഓൺ ദ സെക്കൻഡ് ഡേ, വിത്തുകൾ കുതിർന്നു വീർത്തു രണ്ടാമത്തെ ദിവസം. സീഡ് കോട്ട് പൊട്ടി, സീഡ് കോട്ട് ഇസ് ബ്രോക്കൺ ഓൺ ദ തേർഡ് ഡേ, വിത്തിന്റെ പുറമെ പൊട്ടൽ കണ്ടു മൂന്നാമത്തെ ദിവസം. സ്പ്രൗട്ട് ഇസ് സീൻ, നാലാമത്തെ ദിവസം മുള കണ്ടു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ലൈറ്റ്, പ്രകാശം അത്യാവശ്യ ഘടകമല്ല. ഓക്കെ, അപ്പൊ ഈ ടേബിൾ സമ്മറൈസസ് എവറിത്തിങ്. നമ്മുടെ നിഗമനങ്ങളെല്ലാം ഇതിൽ സമ്മറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം കൂടിയിട്ട് ഇതിൽ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വിത്ത് മുളയ്ക്കാനായിട്ട് എന്തൊക്കെ വേണം മക്കളെ? നമുക്ക് വിത്ത് മുളയ്ക്കാനായിട്ട് വാട്ടർ ഇസ് നെസസറി, വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണ്. പിന്നെ മൂന്നാമത്തെ ലൈനിലാണ് വാട്ടറിനെ കൂടാണ്ട് എയർ വേണം, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ വേണം. വെള്ളത്തിന് പുറമെ വായുവും വേണം, അനുയോജ്യമായ താപനിലയും വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമാണ്. എന്തൊക്കെ വേണ്ട നമുക്ക്? എന്തൊക്കെ വേണ്ട? സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. ഫാക്ടേഴ്സ് ലൈക്ക് സോയിൽ ആൻഡ് സൺലൈറ്റ് ആർ നോട്ട് നെസസറി. മണ്ണും സൂര്യപ്രകാശം തുടങ്ങിയ ഘടകങ്ങൾ അത്യാവശ്യമല്ല. മണ്ണ്, സൂര്യപ്രകാശം തുടങ്ങിയ ഘടകങ്ങൾ അത്യാവശ്യമല്ല. ഇത്രയും മനസ്സിലായോ? ഇനി ഓരോരോ വിത്തിനും ഓരോരോ സമയമെടുക്കും ജെർമിനേറ്റ്, മുള വരാനായിട്ട്. ചക്കക്കുരു മുളയ്ക്കാൻ എടുക്കുന്ന സമയമല്ല തേങ്ങ മുളയ്ക്കാൻ എടുക്കുന്നത്. തേങ്ങ വിത്താണ്. തേങ്ങ മുളയ്ക്കാൻ എടുക്കുന്ന സമയമല്ല. പയറുമണി മുളയ്ക്കാൻ എടുക്കുന്ന പയറുമണിയുടെ സമയമല്ല. ഉലുവ മുളയ്ക്കാൻ എടുക്കുന്നത്. ജെർമിനേഷൻ ടൈം ഇസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് സീഡ്സ്. മുളയ്ക്കാൻ എടുക്കുന്ന സമയം വ്യത്യസ്തമാണ്. ഓരോരോ വിത്തുകളിലും വ്യത്യസ്ത മുളയ്ക്കുന്ന സമയങ്ങളാണ് ഉള്ളത്. അതുപോലെ മുളയ്ക്കാനായിട്ടുള്ള സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഇസ് ഡിഫറെന്റ് ഫോർ ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഈസ് ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് സീഡ്സ്. ഡിഫറെന്റ് സീഡ്സ് ഹാവ് ഡിഫറെന്റ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ ഫോർ ജെർമിനേഷൻ. അതായത് ആപ്പിളിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ തണുപ്പ് വേണം, മുന്തിരിങ്ങയ്ക്ക് തണുപ്പ് വേണം, പക്ഷെ ടൊമാറ്റോയ്ക്ക് അത്യാവശ്യം ചൂടുള്ള ഇതായിരിക്കും വേണ്ടത്. അപ്പൊ സ്യൂട്ടബിൾ, അനുയോജ്യമായ താപനില ഓരോരോ വിത്തിനും വ്യത്യസ്തമാണെന്ന് പറയാം. അനുയോജ്യമായ താപനില ഓരോരോ വിത്തിനും വ്യത്യസ്തമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോ ഡിഫറെന്റ് സീഡ്സ് ഹാവ് ഡിഫറെന്റ് ജെർമിനേഷൻ ടൈം ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. വ്യത്യസ്ത വിത്തുകൾക്ക് വ്യത്യസ്ത മുളയ്ക്കുന്ന സമയങ്ങളും അനുയോജ്യമായ താപനിലയും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇതിന്റെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈഫ് വിത്തിന്റെ സീഡാണ്. വിത്തിന്റെ ഉള്ളിലെ ജീവനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കും. ബേബി പ്ലാന്റിനെ പറ്റിയിട്ട് പഠിക്കും. അപ്പൊ ടീച്ചർ പറഞ്ഞത് മറക്കണ്ട. നോട്ട് പുസ്തകത്തിൽ പുതിയ വാക്കുകളെല്ലാം എഴുതുക. പുതിയ വാക്കുകളെല്ലാം പഠിച്ച് 2-3 പ്രാവശ്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് പരിചിതമാവും. അപ്പൊ പഠിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. എന്നിട്ട് ഇത് ഇന്നത്തെ വീഡിയോ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് മക്കള് കമന്റിൽ ഒന്ന് എഴുതിയിടാം. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു so much.